ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ല് നാളെ ലോക്സഭയിലെത്തുന്നു. ബില്ല് ജെപിസിക്ക് വിടും. സംയുക്ത സഭാ സമിതി അംഗങ്ങളെ നാളെ പ്രഖ്യാപിക്കും. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും സുപ്രധാനമാണ്. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, വളരെ പ്രധാനപ്പെട്ടാണ്. ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയങ്ങളിൽ ഒന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ജെപിസിക്ക് വിടാനുള്ള തീരുമാനമായിരിക്കുന്നു. എങ്ങനെയാണ് നടപടികൾ? എത്ര വേഗത്തിൽ ഇത് പാസ്സാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്? ഇന്ന് ലിസ്റ്റ് ചെയ്തിരുന്നതായിരുന്നു, അതായത് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ന് റിവൈസ്ഡ് ലിസ്റ്റ് ഓഫ് ബിസിനസ് വന്നപ്പോൾ, പുതുക്കിയ കാര്യപട്ടിക വന്നപ്പോൾ അതിൽ ഈ ബില്ല് ഉണ്ടായിരുന്നില്ല. നാളെ ഈ ബില്ല് അവതരിപ്പിക്കും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. നാളെ ബില്ല് അവതരിപ്പിച്ച് അപ്പോൾ തന്നെ ജെപിസിക്ക് വിടാൻ വേണ്ടിയാണ് സർക്കാർ ആലോചിക്കുന്നത്. ജെപിസി അംഗങ്ങളെ നാളെ പ്രഖ്യാപിക്കാനിടയുണ്ട് എന്നുള്ളൊരു സൂചനയാണുള്ളത്. 2034 തെരഞ്ഞെടുപ്പ് മുതൽ മാത്രമേ ഇത് വരുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ ആ ബില്ലിലെ വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ചേരുന്ന ആദ്യ സഭയിൽ മാത്രമേ. ശബ്ദത്തിലൊരു പ്രശ്നമുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം അവസാനം സൂചിപ്പിച്ച് 2034 തെരഞ്ഞെടുപ്പ് മുതലാണ് ഇത്. എല്ലാവരും നമ്മൾ കരുതിയിരുന്നത് 2029 തന്നെ കഴിഞ്ഞ ദിവസം കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാക്കുമ്പോൾ 2034 മുതലായിരിക്കും ഇത് നിയമമാവുകയാണെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ അടുത്ത സർക്കാർ രൂപീകരിക്കപ്പെടുമ്പോൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആശങ്കയാണ്. അതിൽ ഒരു കൃത്യത പോലും 2034 മുതൽ തുടങ്ങാവുന്ന നിലയിലാണ്. ഞാൻ ജെപിസിക്ക് വിട്ട് ജെപിസി പഠനമൊക്കെ നടത്തിയ ശേഷമാണ് അതിന്റെ അംഗങ്ങളാകുമെന്നൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി.